തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഇന്ന് കേരള നിയമസഭ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രമേയം പ്രതിപക്ഷത്തിന് കൂടി പിന്തുണയോടെ ഏകകണ്ഠമായാകും സഭ പാസാക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണം വളഞ്ഞ വഴിയിലൂടെയുള്ള പൗരത്വ രജിസ്റ്റർ നടപ്പാക്കലാണെന്ന് പ്രമേയം കുറ്റപ്പെടുത്തുന്നു. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഏകകണ്ഠമായി പാസാക്കുകയാണ് ഈ പ്രമേയം, അല്ലേ? തീർച്ചയായും ആര്യ, ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ ഈ ഒരു പ്രമേയത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഐക്യകണ്ഠേന പാസ്സാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ബീഹാറിലടക്കം ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വളരെ വിമർശനങ്ങൾ രാജ്യവ്യാപകമായി തന്നെ ഈ ഒരു BJP സർക്കാരിനെതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ ഉയർന്നിരുന്നു. ഈ ഒരു 65 ലക്ഷത്തോളം പേരെ ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഒരു സംഭവം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല് വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് സർക്കാരിന്റേതെന്നാണ് ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മാത്രമല്ല CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്നും ഉയരുന്ന വിമർശനം. ഇതിൽ ഒരു 2002 ശേഷമുള്ള ആ സമയത്ത് നടന്ന ഒരു തീവ്ര പരിഷ്കരണ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ഒരു വീണ്ടും പരിഷ്കരണം നടത്തുന്നതെന്നാണ് പ്രധാനമായും ഈ ഒരു പ്രമേയത്തിൽ ഉന്നയിക്കുന്നത്. തൊട്ടുമുന്നേ നടന്ന ഒരു വോട്ടർ പട്ടിക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വോട്ടർ പട്ടിക മുന്നിൽ നിൽക്കെ ഇത്രയും വർഷം മുൻപിലുള്ള ഒരു പട്ടിക അടിസ്ഥാനപ്പെടുത്തി എന്തുകൊണ്ട് വീണ്ടും ഒരു തീവ്ര പരിഷ്കരണം നടത്തുന്നു എന്നൊരു ചോദ്യവും, പിന്നെ ഒപ്പം തന്നെ ഈ ഒരു 2003 ശേഷമുള്ളതും 1985 ശേഷമുള്ള ഒക്കെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയുള്ള, അതായത് വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തവരും അതിനുശേഷം ജനിച്ചവരും അടക്കമുള്ളവർ ഈ ഒരു മാതാപിതാക്കളുടെ ഈ ഒരു മറ്റും തെളിയിക്കേണ്ട ഒരു സാഹചര്യം അടക്കം ഉടലെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പരക്കെയുള്ള വിമർശനങ്ങൾ ഇതിന് ഉയർന്നൊരു ഭാഗമായിട്ടാണ് ഇന്ന് സഭയിൽ ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നതും ഒപ്പം ഈ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിനെ ഒരുമിച്ച്, അതായത് ഐക്യകണ്ഠേന ഇതിനെ പിന്തുണയ്ക്കുകയും പാസ്സാക്കുകയും ചെയ്യുന്നത്. അതായത് ഈ ഒരു കേരളത്തിൽ നിന്നും ഇതിനെതിരെ കൃത്യമായ ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ കൃത്യമായ ഒരു ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിശദീകരണം ആവശ്യമാണ് എന്നടക്കമുള്ള, അതായത് ഇതിൽ എന്തുകൊണ്ട് തൊട്ടുമുന്നത്തെ ഒരു വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തുന്നില്ല, മാത്രമല്ല ഈ ഒരു മുൻപുള്ള ഒരു ഇത്രയും വർഷം മുൻപുള്ള ഒരു പട്ടിക അടിസ്ഥാനമാക്കിയത് ഇത്തരത്തിലുള്ള ഒരു പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള ഒരു വളഞ്ഞ ബുദ്ധിയാണെന്നൊക്കെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രമേയം പാസ്സാക്കുന്നതും പ്രമേയം അവതരിപ്പിക്കുന്നതും അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഐക്യകണ്ഠേന ഇത് പാസ്സാക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ആര്യ.